ഹലോ, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ രാത്രിയിൽ ഹൈ ബീമിൽ ഹെഡ്ലൈറ്റ് ഉപയോഗിച്ച് വാഹനം ഓടിക്കുമ്പോൾ ഒരു വാഹനം എതിർദിശയിൽ നിന്ന് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഓപ്ഷൻസ്: ഇടതുവശത്ത് തുടരുക, ഹെഡ്ലൈറ്റ് ഡിമും ബ്രൈറ്റും പലതവണ ചെയ്യുക, വാഹനം കടന്നു പോകുന്നവരെ ഹെഡ്ലൈറ്റ് ഡിം ചെയ്യുക, എപ്പോഴും ഹെഡ്ലൈറ്റ് ബ്രൈറ്റിൽ ഉപയോഗിക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്, വാഹനം കടന്നു പോകുന്നത് വരെ ഹെഡ്ലൈറ്റ് ഡിം ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, വാഹനത്തിൽ ഇന്ധനം നിറക്കുമ്പോൾ ഓപ്ഷൻസ്: വായുമർദ്ദം പരിശോധിക്കരുത്, പുകവലിക്കരുത്, വാഹനത്തിന്റെ ഒരു ലൈറ്റും ഉപയോഗിക്കരുത്, മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, പുകവലിക്കരുത്. വാഹനത്തിൽ ഇന്ധനം നിറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ചോദ്യം, കാൽനട യാത്രക്കാർ കൊടും വളവുകളിലോ നിർത്തിയ വാഹനത്തിന് സമീപത്തോ റോഡ് മുറിച്ചു കടക്കരുത്. എന്തുകൊണ്ട്? മറ്റ് വാഹനങ്ങൾക്ക് അസൗകര്യം, മറ്റ് റോഡ് ഉപയോക്താക്കൾക്ക് അസൗകര്യം, ദൂരെ നിന്ന് വരുന്ന ഡ്രൈവർമാർക്ക് റോഡ് മുറിച്ചു കടക്കുന്നവരെ കാണാൻ പറ്റില്ല, നിർത്തിയ വാഹനങ്ങൾക്ക് അസൗകര്യം. അപ്പോൾ ഇതിൻ്റെ ആൻസർ, ദൂരെ നിന്ന് വരുന്ന മറ്റ് വാഹനങ്ങളുടെ ഡ്രൈവർമാർ റോഡ് മുറിച്ചു കടക്കുന്നവരെ കാണുന്നില്ല. ഓപ്ഷൻ സി ആണ് ആൻസർ. 30 സെക്കൻഡ്സ് ആയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ പോകുന്ന റോഡിൻ്റെ ഇടതുവശത്തുള്ള റോഡിലേക്ക് തിരിയുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഒരു ഓപ്ഷൻസ് വായിച്ചു നോക്കുക. നമുക്ക് ആകെ 30 സെക്കൻഡ്സ് മാത്രമേ ടൈമുള്ളൂ. ഞാൻ മോക്ക് ടെസ്റ്റ് പോലെ തന്നെ ഒരു പ്രാക്ടീസ് പോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇടത്തേക്കുള്ള ടേൺ സിഗ്നൽ കാണിക്കുക, റോഡിൻ്റെ ഇടതുവശം ചേർന്ന് ഇടത്തോട്ട് തിരിയുക. 30 സെക്കൻഡ്സ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, PUCC സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി എത്ര? 6 മാസം, 1 വർഷം, മലിനീകരണ മാനദണ്ഡങ്ങൾ BS3യും അതിൽ കുറവുള്ള വാഹനങ്ങൾക്ക് 6 മാസവും, പിന്നെ മലിനീകരണ മാനദണ്ഡം BS3യിലുള്ള വാഹനങ്ങൾക്ക് 1 വർഷവും, 4നും അതിന് മുകളിലുള്ളവർക്ക് 6 മാസവും എന്നാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. ഇതിന് ആൻസർ ഓപ്ഷൻ സി ആണ്. വാഹനങ്ങൾ 6 മാസവും പിന്നെ BS4ന് അതിന് മുകളിലുള്ളവർക്ക് 1 വർഷവും എന്നാണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ രാത്രിയിൽ ഹൈ ബീമിൽ ഹെഡ്ലൈറ്റ് ഉപയോഗിച്ച് വാഹനം ഓടിക്കുമ്പോൾ ഒരു വാഹനം എതിർദിശയിൽ നിന്ന് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇടതുവശത്ത് തുടരുക, ഹെഡ്ലൈറ്റ് ഡിമും ബ്രൈറ്റും പലതവണ ചെയ്യുക, വാഹനം കടന്നു പോകുന്നത് വരെ ഹെഡ്ലൈറ്റ് ഡിം ചെയ്യുക, എപ്പോഴും ഹെഡ്ലൈറ്റ് ബ്രൈറ്റിൽ ഉപയോഗിക്കുക. ആൻസർ, വാഹനം കടന്നു പോകുന്നത് വരെ ഹെഡ്ലൈറ്റ് ഡിം ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പബ്ലിക് സർവീസ് വാഹനം ഓടിക്കുന്നതിനിടയിൽ പുകവലി. ഓപ്ഷൻസ്: ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഷൻ ആകും, പിഴ മാത്രം ആകർഷിക്കാൻ കഴിയും, കുറ്റമല്ല, യാത്രക്കാർ അനുവദിച്ചാൽ പുകവലി അനുവദനീയമാണ്. പബ്ലിക് സർവീസ് വാഹനം ഓടിക്കുമ്പോൾ പുകവലി. ആൻസർ ഓപ്ഷൻ എ ആണ്. ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഷൻ ആകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചരക്ക് വണ്ടിയിൽ അമിതഭാരം കയറ്റുന്നത്. ഓപ്ഷൻസ്: നിയമപരമായി ശിക്ഷാർഹമല്ല, പിഴ മാത്രം ആകർഷിക്കപ്പെടുന്നു, പിഴയും ലൈസൻസ് സസ്പെൻഷനും ഉൾപ്പെടെ ശിക്ഷാർഹമാണ്, മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ ഒന്നും ശരിയുത്തരമല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. പിഴയും ലൈസൻസ് സസ്പെൻഷനും ഉൾപ്പെടെ നിയമപരമായി ശിക്ഷാർഹമാണ് ചരക്ക് വണ്ടിയിൽ കയറ്റുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദൂരം കുറവാണെന്ന കാരണത്താൽ ഒരു ടാക്സി ഡ്രൈവർ യാത്ര പോകാൻ വിസമ്മതിച്ചാൽ. ഓപ്ഷൻസ്: പിഴയും ലൈസൻസ് സസ്പെൻഷനും ഉൾപ്പെടെ നിയമപരമായി ശിക്ഷാർഹമാണ്, പിഴ മാത്രം ആകർഷിക്കപ്പെടുന്നു, നിയമപരമായി ശരിയാണ്, മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ ഒന്നും ശരിയുത്തരമല്ല. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. പിഴയും ലൈസൻസ് സസ്പെൻഷനും ഉൾപ്പെടെ നിയമപരമായി ശിക്ഷാർഹമാണ്, ഡ്രൈവർ യാത്ര പോകാൻ വിസമ്മതിച്ചാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റോഡ് തുടർച്ചയായി മഞ്ഞവര കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നിടത്ത് വാഹനം ഡാഷ്. മഞ്ഞവര തൊടുകയോ കടക്കുകയോ ചെയ്യരുത്, മഞ്ഞവരയുടെ വലതുവശത്തു കൂടി മാത്രം ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കുക, മുന്നിലുള്ള വാഹനത്തെ മറികടക്കുമ്പോൾ മാത്രം ലൈൻ ക്രോസ് ചെയ്യുക, മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ ഒന്നും ശരിയുത്തരമല്ല. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. മഞ്ഞവര തൊടുകയോ കടക്കുകയോ ചെയ്യരുത്, റോഡ് മഞ്ഞവര കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഒരു ട്രാക്ടറിൻ്റെ ഡ്രൈവർ കൊണ്ടുപോകാൻ പാടില്ല. ഓപ്ഷൻസ്: ഡ്രൈവർ ഒഴികെ മറ്റേതെങ്കിലും വ്യക്തിയെ, ഡ്രൈവർ ഉൾപ്പെടെ 2-ലധികം പേരെ, ഡ്രൈവർ ഒഴികെ 3-ൽ കൂടുതൽ പേരെ. മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ ഒന്നും ശരിയുത്തരമല്ല. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഡ്രൈവർ ഒഴികെ മറ്റേതെങ്കിലും വ്യക്തിയെ ഒരു ട്രാക്ടറിൻ്റെ ഡ്രൈവർ കൊണ്ടുപോകാൻ പാടില്ല. 30 സെക്കൻഡ്സ് ആയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1988 മോട്ടോർ വെഹിക്കിൾ ആക്ട് സെഷൻ 129 അനുസരിച്ച് ഒരു മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന വ്യക്തി. ഓപ്ഷൻസ്: ജെർക്കിൻ ധരിക്കുക, ഹെൽമെറ്റ് ധരിക്കുക, ഷൂസ് ധരിക്കുക, കയ്യുറകൾ ധരിക്കുക. ആക്ട് പ്രകാരം മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന ഒരു വ്യക്തി. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഹെൽമെറ്റ് ധരിക്കുക എന്നതാണ് ആൻസർ. ഓപ്ഷൻ ബി, ഹെൽമെറ്റ് ധരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിഗ്സാഗ് ഡ്രൈവിംഗ് ഡേഷ് ആണ്. ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രം അപകടകരം, എല്ലായ്പ്പോഴും എല്ലാ വാഹനങ്ങൾക്കും അപകടകരം, 4 ചക്ര വാഹനങ്ങൾക്ക് അപകട ഭീഷണി, റോഡ് വഴുക്കുമ്പോൾ സിഗ്സാഗ് ഡ്രൈവിംഗ് സുരക്ഷിതമാണ്. സിഗ്സാഗ് ഡ്രൈവിംഗ് ഡേഷ് ആണ്. സിഗ്സാഗ് ഡ്രൈവിംഗ് ഓപ്ഷൻ ബി ആണ് ആൻസർ. എല്ലായ്പ്പോഴും എല്ലാ വാഹനങ്ങൾക്കും അപകടകരമാണ് സിഗ്സാഗ് ഡ്രൈവിംഗ്. ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ദീർഘദൂരം താഴേക്ക് ചെരിവുള്ള റോഡിലാണ്. നിങ്ങളുടെ വാഹനത്തിൻ്റെ വേഗത നിയന്ത്രിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻസ്: ലോ ഗിയറിലേക്ക് മാറ്റുക, ബി എൻജിൻ നിർത്തുക, സി ന്യൂട്രൽ തിരഞ്ഞെടുക്കുക, ഡി തുടർച്ചയായി ബ്രേക്കുകൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ പ്രയോഗിക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ്. ലോ ഗിയറിലേക്ക് മാറ്റുക. ദീർഘദൂരം താഴേക്ക് ചെരിവുള്ള റോഡിലാണെങ്കിൽ വേഗത നിയന്ത്രിക്കാൻ വേണ്ടി ലോ ഗിയറിലേക്ക് മാറ്റുകയാണ് വേണ്ടത്. 14ാമത്തെ ചോദ്യം. ഒരു ഡ്രൈവിംഗ് പഠിക്കുന്ന വ്യക്തിയുടെ മേൽനോട്ടം വഹിക്കാൻ നിങ്ങൾ നിർബന്ധമായും ഡേഷ്. ഓപ്ഷൻസ്: അംഗീകൃത ഡ്രൈവിംഗ് പരിശീലകനാകുക, ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കൈവശം വെക്കുക, ഒരു ലേണേഴ്സ് ലൈസൻസ് കൈവശം വെക്കുക, ഒരു പരിശീലകൻ ആവുക. ഒരു ഡ്രൈവിംഗ് പഠിക്കുന്ന വ്യക്തിയുടെ മേൽനോട്ടം വഹിക്കാൻ, അതായത് ഒരു ഡ്രൈവിംഗ് ഒരാളെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് വേണ്ട യോഗ്യത. ആൻസർ ഓപ്ഷൻ എ ആണ്. അംഗീകൃത ഡ്രൈവിംഗ് പരിശീലകനാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇരുചക്ര വാഹനം ഓടിക്കുമ്പോൾ ഹെൽമറ്റ് ധരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം. ഓപ്ഷൻസ്: അത് നിങ്ങളുടെ വ്യക്തിഗത സുരക്ഷയ്ക്കാണ്, ഓപ്ഷൻ ബി ട്രാഫിക് പോലീസിന്റെ പിടിയിലാകും, സി റോഡിന്റെ സമത്വത്തിന് അത് ആവശ്യമാണ്, ഡി എല്ലാ റോഡ് ഉപയോക്താക്കൾക്കും ഇത് ആവശ്യമാണ്. ഹെൽമറ്റ് ധരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇരുചക്ര വാഹനം ഓടിക്കുമ്പോൾ. ഓപ്ഷൻ എ ആണ് ആൻസർ. അത് ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ, ഗ്രൂപ്പ് റൈഡിംഗ്, 2 അതിലധികമോ മോട്ടോർ സൈക്കിളുകൾ റോഡിൽ ഓടിക്കുന്ന സ്ഥാനങ്ങൾ. ഓപ്ഷൻസ്: വശം ചേർന്ന്, ബി മോട്ടോർ സൈക്കിളുകൾക്കിടയിൽ കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് സ്റ്റാഗ്ഡ് ലൈൻ നിലനിർത്തുക, സി ഒരൊറ്റ വരിയിൽ പരസ്പരം പിന്നിലേക്ക് യാത്ര ചെയ്യുക, ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ആൻസർ ഓപ്ഷൻ ബി ആണ്. മോട്ടോർ സൈക്കിളുകൾക്കിടയിൽ കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് സ്റ്റാഗ്ഡ് ലൈൻ നിലനിർത്തുക എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ്. ഡ്രൈവർമാർ ഹോൺ മുഴക്കരുത്. ഓപ്ഷൻസ്: വൺ വേ റോഡിൽ, ബി പ്രധാന റോഡിൽ, സി നിശബ്ദ മേഖലയിൽ, ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഡ്രൈവർമാർ ഹോൺ മുഴക്കരുത് എവിടെ? ഓപ്ഷൻ സി നിശബ്ദ മേഖലയിൽ എന്നാണ് ആൻസർ. ഡ്രൈവർമാർ ഹോൺ മുഴക്കരുത്. ഓപ്ഷൻ സി നിശബ്ദ മേഖലയിൽ. ഞാൻ ഇതിൽ 30 സെക്കൻഡ്സ് വെച്ചിട്ടാണ് മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് എക്സാമിന് എളുപ്പമാവാൻ വേണ്ടിയിട്ട്. മോക്ക് ടെസ്റ്റ് 30 സെക്കൻഡ്സ് എക്സാം ക്വസ്റ്റ്യൻസ് 30 സെക്കൻഡ്സ് മാത്രമേ ഉണ്ടാവൂ. രജിസ്ട്രേഷൻ നമ്പറുകൾ പ്രകാശിപ്പിക്കേണ്ടത് ഏത് കളർ ലൈറ്റ് കൊണ്ടാണ്? ഓപ്ഷൻസ്: ചുവന്ന വെളിച്ചം, വെളുത്ത വെളിച്ചം, നീല വെളിച്ചം, ആംബർ ലൈറ്റ്. രജിസ്ട്രേഷൻ നമ്പർ പ്രകാശിപ്പിക്കേണ്ടത് ഏത് ലൈറ്റ് കൊണ്ടാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, വെളുത്ത വെളിച്ചം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. MV ആക്ട് 1988 സെഷൻ 131 ഡ്രൈവറുടെ ചുമതലകൾ നിശ്ചയിക്കുന്നു. ഓപ്ഷൻസ്: ലൈസൻസും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ട ചുമതല, സിഗ്നലിംഗ് ഉപകരണങ്ങളും സംബന്ധിച്ച്, കാവൽക്കാരില്ലാത്ത റെയിൽവേ ലെവൽ ക്രോസിലെ മുൻകരുതലുകളെ സംബന്ധിച്ച്, അപകടമുണ്ടായാൽ ഡ്രൈവറുടെ ഡ്യൂട്ടി സംബന്ധിച്ച്. ആൻസർ ഓപ്ഷൻ സി കാവൽക്കാരില്ലാത്ത റെയിൽവേ ക്രോസിംഗ് മുൻകരുതലുകളെ സംബന്ധിച്ചാണ് ഉള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഏത് ക്ലാസ് വാഹനത്തിലും ഓഡിയോ വിഷ്വൽ ഉപകരണങ്ങൾ അനുവദനീയമാണ് എങ്കിൽ ഏത് ക്ലാസ്സിൽ?
ഓപ്ഷൻസ് സ്റ്റേജ് കാരിയസ് ബസ്സുകളിൽ, ബി എയർ ഒഴികെയുള്ള കോണ്ടാക്ട് കാരേജിൽ, സി EIBയിൽ, ഡി ഒരു ക്ലാസ് വാഹനത്തിലും അനുവദനീയമല്ല. ഓഡിയോ വിഷ്വൽ ഉപകരണങ്ങൾ. ആൻസർ എയർ ഒഴികെയുള്ള കോണ്ടാക്ട് കാരേജിൽ അനുവദനീയമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് രക്തത്തിൽ മദ്യത്തിൻ്റെ അളവ് എത്ര കൂടിയാൽ ശിക്ഷാർഹമാണ്? ഓപ്ഷൻസ് 100 ml രക്തത്തിൽ 30 mgയിൽ കൂടുതലായാൽ, 100 ml രക്തത്തിൽ 30 mgയിൽ കുറവായാൽ, 100 ml രക്തത്തിൽ 100 mgയിൽ കൂടുതലായാൽ, മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ ഒന്നും ശരിയുത്തരമല്ല. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ തന്നെയാണ്. 100 ml രക്തത്തിൽ 30 mgയിൽ കൂടുതലായാൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് ശിക്ഷാർഹമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രൈവറുടെ അരികിൽ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുന്ന വ്യക്തികൾ വാഹനം നിയന്ത്രിക്കാൻ അസൗകര്യം ഉണ്ടാക്കുന്നു എങ്കിൽ, ഓപ്ഷൻസ് RTOയുടെ അനുമതിയോട് അനുവദിക്കാം, ഓപ്ഷൻ ബി അനുവദനീയമല്ല, സി അടിയന്തര സാഹചര്യങ്ങളിൽ അനുവദനീയം, ഡി ഒരു കുറ്റമല്ല. ഡ്രൈവറുടെ അരികിൽ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുന്ന വ്യക്തികൾ അസൗകര്യം ഉണ്ടാക്കുന്നു എങ്കിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, അനുവദനീയമല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു പ്രത്യേക ക്ലാസ് വാഹനങ്ങൾക്കായി ഒരു പാത അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മറ്റു വാഹനങ്ങൾ എന്തു ചെയ്യണം? ഓപ്ഷൻസ് ലൈനിൽ വാഹനങ്ങൾ ഇല്ലെങ്കിൽ പാത ഉപയോഗിക്കാം, ബി അടയാളം നിർദ്ദേശിച്ചാൽ മാത്രം ആ പാതയിൽ വാഹനം ഓടിക്കാം, സി ആ ലൈനിൽ ഒട്ടും ഡ്രൈവ് ചെയ്യരുത്, ഡി ആ പാതയിലൂടെ കുറച്ചു ദൂരം ഓടിക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ആ ലൈനിൽ ഒട്ടും ഡ്രൈവ് ചെയ്യരുത്. പ്രത്യേക ക്ലാസ് വാഹനങ്ങൾക്കായിട്ട് നിർദ്ദേശിക്കപ്പെട്ട അല്ലെ അടയാളപ്പെടുത്തിയ പാത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലേണേഴ്സ് ലൈസൻസിൻ്റെ കാലാവധി എത്രയാണ്? ഓപ്ഷൻസ് 3 മാസം, ബി ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നത് വരെ, സി 6 മാസം, ഡി 1 വർഷം. നിങ്ങൾ ലേണേഴ്സ് ലൈസൻസ് ടെസ്റ്റ് എഴുതി പാസ്സായി, ആ ഒരു ലേണേഴ്സ് ലൈസൻസ് നിങ്ങൾക്ക് കാലാവധി, അതായത് അതിന് എക്സ്പയറി ആവുന്നത് എത്ര വരെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 6 മാസം വരെയാണ് കാലാവധി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, PUCC എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? PUCC മീൻസ് പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ ക്യാൻസലേഷൻ, പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ്, പൊല്യൂഷൻ അണ്ടർ ക്യാൻസലേഷൻ സർട്ടിഫിക്കറ്റ്, പൊല്യൂഷൻ അൺകൺട്രോൾഡ് സർട്ടിഫിക്കറ്റ്. PUCC എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് PUCC എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി ഒരു കാർ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം 20 വയസ്സ്, 15 വയസ്സ്, 16 വയസ്സ്, 18 വയസ്സ്. ഒരു കാർ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 18 വയസ്സാണ് ഒരു കാർ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായമായിട്ട് കണക്കാക്കുന്നത്. ഇനി നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ വാഹനങ്ങളിൽ മുൻഗണന ആർക്കാണ്? ഓപ്ഷൻസ് പോലീസ് വാഹനങ്ങൾ, ബസ്സുകൾ, എമർജൻസി വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങൾ. മുൻഗണന ആർക്കാണ് കൊടുക്കേണ്ടത്? നിങ്ങളുടെ മുന്നിൽ എമർജൻസി വാഹനങ്ങൾക്കാണ്, അതായത് ആംബുലൻസ് പോലുള്ള ആംബുലൻസ്, ഫയർഫോഴ്സ് ഒക്കെയുള്ള എമർജൻസി വാഹനങ്ങൾക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. ഒരു ഇരുചക്ര വാഹനത്തിൽ 2-ലധികം പേർ യാത്ര ചെയ്യുന്നത് ഡേഷ്. ഓപ്ഷൻസ് ഗതാഗത തിരക്ക് കുറവായിരിക്കുമ്പോൾ അനുവദനീയം, ബി നിയമ ലംഘനം, സി ചിലയിടങ്ങളിൽ അനുവദിച്ചിട്ടുണ്ട്, ഡി അനുവദനീയം. ഇരുചക്ര വാഹനത്തിൽ 2-ലധികം പേർ യാത്ര ചെയ്യുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം, നിയമ ലംഘനമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പൊതുസ്ഥലങ്ങളിൽ രജിസ്റ്റർ ചെയ്യാത്ത വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്. ഓപ്ഷൻസ് നിയമവിരുദ്ധം, നിയമപരം, ചിലയിടങ്ങളിൽ അനുവദിച്ചു, ഗതാഗത തിരക്ക് കുറവായിരിക്കുമ്പോൾ അനുവദനീയമാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, നിയമവിരുദ്ധമാണ്. ഈ ഒരു ലെവലിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. 30ാമത്തെ ചോദ്യം.
ഒരു വാഹനം യു ടേൺ ചെയ്യുന്നത് എവിടെയാണ് നിരോധിച്ചിരിക്കുന്നത്? ഓപ്ഷൻസ്: ഒരു റൗണ്ട് അബൌട്ടിൽ, ഒരു റോഡ് അടയാളമോ ട്രാഫിക് സിഗ്നലോ നിരോധിക്കുന്നിടത്ത്, ഒരു പാർക്കിംഗ് സ്ഥലത്ത്, ഒരു റെസിഡൻഷ്യൽ തെരുവിൽ. ഒരു വാഹനം യു ടേൺ ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.